എഴുന്നേറ്റപ്പവർക്ക് വിശപ്പ് തോന്നിയപ്പോ കൂട്ടത്തിൽ ഒരാളെ കറൻസിയുമായി പറഞ്ഞേക്കുമ്പോ കൊണ്ടുവരാൻ പോകുന്ന ആളുകളോട് കൊടുക്കുന്ന നിർദ്ദേശം ഹലാലായ ഭക്ഷണം ഏതാണ് നോക്കിയിട്ട് വാങ്ങിക്കൊണ്ടുവരണം. എന്താ അങ്ങനെ പറയാൻ കാരണം? അന്നത്തെ കാലത്ത് ബീഫ് സ്റ്റാളുകളും മറ്റുമൊക്കെ അധികം കൈകാര്യം ചെയ്തിരുന്നത് അറവ് ശരിയല്ലാത്ത ആളുകളായിരുന്നു, മജൂസികളും മറ്റുമായിരുന്നു. അവർക്ക് അറക്കാൻ അറിയില്ല. അവരേതെങ്കിലും ഭാഗത്തൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കിയിട്ട് പൊളിച്ചു കൊടുക്കും. നമുക്ക് പോരെ തിരക്കാണ്, സമയമല്ല. കോഴിപ്പീടി നോക്കുമ്പോ ഇറച്ചി ഉണ്ടാ, ഇറച്ചി തൂക്കിയാണ്. ആരാ അറുത്ത്? എവിടെ അറുത്തത്? അല്ല, ചത്ത കൂട്ടത്തിൽ ഒന്നെടുത്തോണ്ട് റെഡിയാക്കി തന്നതാ. സാധ്യത പറയാലോ, തള്ളിക്കളയോ? നീ അറുത്ത് റെഡിയാക്കിയിട്ട് വേണ്ടേ കൊണ്ടുപോകാൻ? നിനക്ക് ഇറച്ചി കിട്ടിയാ മതി, അതിങ്ങനെ നടന്നു ഇരുന്നു ഇങ്ങനെ റെഡിയായി വേവിക്കുന്ന രൂപത്തിലായാൽ മതി. ആരറുത്താലും കുഴപ്പമില്ല, എങ്ങനെ അറുത്താലും കുഴപ്പമില്ല. അറുത്തിട്ട് തല വേർപെട്ടു പോയാൽ തന്നെ കറാഹത്തല്ലേ? ആദ്യം അറുത്തുകണോ? ഹയാത്ത് തന്നെ ഉണ്ടോ? അവരക്കിലും ഇറച്ചി എത്ര പെട്ടെന്ന് അവിടെ ആൾക്കാരൊക്കെ വാങ്ങിപ്പോളല്ലേ. ഓ, പെരുന്നാളൊക്കെ ഇതാ വാങ്ങല്, ഇതാ കൊണ്ടുപോല്. ആർക്കും ഒരു പ്രശ്നമില്ല. എല്ലാവർക്കും 2 കിലോ കോഴി കിട്ടിയാൽ മതി, കോഴി ഇറച്ചിയായാൽ മതി, വേറെ ഒരു കുഴപ്പമില്ല. രാവിലെ വെളുപ്പാൻ കാലത്ത് പോകുന്ന വണ്ടിയിൽ നിന്ന് തട്ടിറക്കി വെക്കുമ്പോ നോക്കണം, പലപ്പോഴും നോക്കോണ്ടു. കണ്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്ര കോഴികളാ പുറത്തേക്ക് ഒഴിവാക്കേണ്ടി വരുന്ന കോഴികളുള്ളതില്. കാറ്റ് തട്ടിയിട്ടും മറ്റു ഇളകിയിട്ടും മറ്റുമൊക്കെ പണി പോയ കോഴികൾ എത്ര ഉണ്ട്? ആ കോഴികളെല്ലാം തൊലിരിഞ്ഞ് റെഡിയാക്കിയിട്ടൊന്ന് പീസാക്കി വെച്ചാൽ ഇറച്ചി ആവശ്യമുള്ള ആൾക്കാർ അതും കൊണ്ടുപോകും. ആർക്കെങ്കിലും അത് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റൂല. പക്ഷെ അതൊക്കെ പറ്റൂല എന്നുള്ള നല്ല കുറ്റിയുറപ്പുള്ള ആളല്ലേ ചിന്തിക്കുള്ളൂ. അറവ് ശരിയല്ലാത്ത ആൾക്കാരാണ് അന്ന് ഇറച്ചി കച്ചവടം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അസ്ഹാബുൽ കഹ്ഫ് പറയുന്നത്, നല്ല നിലക്ക് ഹലാലായ രീതിയിൽ അറുത്ത മാംസങ്ങളൊക്കെ വേവിച്ച ഭക്ഷണമാണെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങിക്കൊണ്ടുവരാൻ.